നമസ്കാരം. കുണ്ട്രയിൽ ഒരു പാവപ്പെട്ടവനെ പിടിച്ച് കൂമ്പിനിട്ടിടിച്ച് വാട്ടി കാലവരിക്കയച്ചിട്ട് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അനങ്ങാപ്പാറ നയം സ്വീകരിച്ചത് ശരിയായില്ലെന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് നടത്തിയ പുതുയുഗ യാത്രയിൽ DCC സെക്രട്ടറിയെ കർണക്കുറ്റി നോക്കി അടിച്ച പോലീസുകാരനെ ന്യായീകരിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്താൻ എങ്ങനെ ധൈര്യം വന്നു? ഒരു പാവപ്പെട്ടവനെ കള്ളക്കേസിൽ പിടിച്ച് കൂമ്പിനിട്ടിടിച്ച് കൊലപ്പെടുത്തിയിട്ട് പോലീസ് നൽകുന്ന ന്യായീകരണവും വായിച്ചു കൊണ്ടിരിക്കാനാണോ മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയും ജനങ്ങൾ തെരഞ്ഞെടുത്തത്? ആഭ്യന്തരമന്ത്രിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൂമ്പിനിട്ട് ഇടികൊണ്ടത് പാവപ്പെട്ടവനാണല്ലോ. മന്ത്രിമാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർക്കൊക്കെ പോലീസുകാരെയും ഉദ്യോഗസ്ഥരെയും ഭയമാണ്. ഇവിടെ നടക്കുന്നത് പോലീസ് രാജാണ്, ഉദ്യോഗസ്ഥ രാജാണ്. കുണ്ട്ര MLA ആയ സഹമന്ത്രി PC വിഷ്ണുനാഥ് തന്നെ പറയുന്നു ആ പോലീസുകാരൻ കുഴപ്പക്കാരനാണെന്ന്. എന്നിട്ടും വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും മാത്രം ഇതുവരെ നേരം വെളുത്തില്ല. സ്ത്രീ പീഡകർക്കും കൊലയാളികൾക്കും പൊതുജനത്തെ ആക്രമിച്ചവർക്കും സ്റ്റേഷനിൽ സ്വീകരണം നൽകുന്ന പതിവ് കൂടി ആരംഭിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ തന്നെ അങ്ങനെയുള്ളവരെ തൊടാൻ ഈ പോലീസുകാർക്കും പേടിയാണ്. കൈതരിച്ചു നിൽക്കുന്ന പോലീസുകാർക്ക് ഇതുപോലെയുള്ള ഏതെങ്കിലും പാവപ്പെട്ട മൃഗത്തെ കിട്ടണം ഇടിച്ച് പദം വരുത്താൻ. കേരളത്തിലെന്നല്ല, ലോകത്തിലെവിടെയും ഏറ്റവും അധികം മാനസിക സംഘർഷവും തൊഴിൽ പീഡനവും അനുഭവിക്കുന്ന ഒരു വർഗം തന്നെയാണ് പോലീസ്. ഏതൊരു രാജ്യത്തും പോലീസിനും നഴ്സുമാർക്കും ശുചീകരണ തൊഴിലാളികൾക്കുമാണ് ഏറ്റവും അധികം വേതനം നൽകേണ്ടത്. ഏറ്റവും അധികം കരുതൽ കൊടുക്കേണ്ടതും ഈ വിഭാഗങ്ങൾക്കൊക്കെ തന്നെയാണ്. എന്ന് കരുതി പാവപ്പെട്ടവന്റെ കൂമ്പിടിച്ച് കലക്കാനുള്ള അധികാരമല്ല പോലീസിന് നൽകിയിട്ടുള്ളത്. പരാതിക്കാരിയായ പെൺകുട്ടി, ആ പെൺകുട്ടി തന്നെ പറയുന്നു പോലീസുകാരൻ സിയാദിനെ ഇടിക്കുന്നത് നേരിൽ കണ്ടുവെന്ന്. പട്ടരെ കടിച്ച പട്ടി ചെട്ടിയെ കടിക്കാതിരിക്കില്ല. പിടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് തന്നെ ജീപ്പിലിട്ട് അയാളെ കൂമ്പിനിടിച്ച് വാട്ടിയെങ്കിൽ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നേരം പുലരുവോളം നടന്നത് എന്താണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. എന്നിട്ടും പറയുന്നു പോലീസ് അതിക്രമം കാണിച്ചിട്ടില്ലെന്ന്. കേവലം 16 വയസ്സുള്ള പരാതിക്കാരി പെൺകുട്ടിയെ രാത്രി നട്ടപ്പാതിരായ്ക്ക് പ്രതിയെ കാണിച്ചു തരാനാണെന്ന് പറഞ്ഞ് പോലീസ് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നത് എന്ത് അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ്? അത് ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലേ? ഒരാൺകുട്ടിയെ കാണാതെ പോയെന്നായിരുന്നു പരാതി, അതായത് പരാതിക്കാരിയുടെ സഹോദരനെ. ആ വീട്ടിൽ വേറെ ആരും ഇല്ലായിരുന്നോ? വേറെ ആരോടെങ്കിലും ആശയവിനിമയം നടത്തിയിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു മരണം നടക്കുകയില്ലായിരുന്നു. സുഹൃത്തിൻ്റെ മകളായ പരാതിക്കാരി പെൺകുട്ടിയുടെ ചില പെരുമാറ്റങ്ങളിൽ അസ്വാഭാവികത തോന്നിയതുകൊണ്ടും പിതൃസഹജമായ വാത്സല്യത്തോടെ ഉപദേശിച്ച സുഹൃത്തിനിട്ട് ആ പെൺകുട്ടി നൈസായിട്ട് ഒരു പണി കൊടുത്തു. പോലീസ് കെണിയിൽ വീഴാൻ പാടില്ലായിരുന്നു. കുറേയൊക്കെ വിവേചന ബുദ്ധി പോലീസുകാർക്ക് വേണ്ടതാണ്. ഇതിനിടയ്ക്കാണ് പറയുന്നത് പോലീസ് ഇടിച്ചതിന് ശേഷം നാട്ടുകാർ ഈ പാവപ്പെട്ടവനെ കൈവച്ചിരുന്നുവെന്ന്. അങ്ങനെയാണെങ്കിൽ അതിന് പരാതിയുണ്ടോ? കേസുണ്ടോ? അറസ്റ്റുണ്ടോ? പോലീസിൽ മർമ്മസ്ഥാനങ്ങൾ അറിയാവുന്നവർ ആദ്യം കൊടുക്കുന്നത് മർമ്മം നോക്കിയാണ്. അവിടെ ഇടി കിട്ടിയാൽ 21 ദിവസത്തിനുള്ളിൽ കാര്യത്തിന് ഒരു തീരുമാനമുണ്ടാവും. ന്യായീകരണ തൊഴിലാളികളായി നിന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറഞ്ഞത് ജൂൺ 16-ാം തീയതി പരാതിയിൽ പറഞ്ഞ ആളെ പിടിക്കുകയും 17-ാം തീയതി തന്നെ വിട്ടയക്കുകയും ചെയ്തുവെന്നാണ്. പിന്നീട് 13 ദിവസം കഴിഞ്ഞാണ് ഇയാൾ മരണപ്പെട്ടതത്രേ. അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലെന്ന്. രാഷ്ട്രീയത്തിലെ അടവുകളും നാട്ടിലെ മുഴുവൻ കളികളുടെയും മർമ്മമറിയാവുന്ന ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഏതെങ്കിലും കളരി ആശാന്മാർക്ക് ദക്ഷിണ വെച്ച് ഇതും കൂടി ഒന്ന് പഠിക്കുന്നത് നല്ലതാ. ഇനിയും ഇതുപോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ന്യായീകരിച്ച് നാറേണ്ടല്ലോ. മർമ്മസ്ഥാനത്ത് ഇടികൊണ്ടയാൾ ഒരു വൃത്തം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു. ഓണം വരാൻ ഒരു മൂലം വേണം എന്ന് പറഞ്ഞതുപോലെ മരണത്തിന് മഞ്ഞപ്പിത്തം ഒരു കാരണമായി മാറി. അടിസ്ഥാന കാരണം മർമ്മസ്ഥാനത്ത് ഇടികൊണ്ടത് തന്നെയാണ്. അത് വെച്ച് പൊറിപ്പിക്കാൻ കൊള്ളാവുന്ന ഒരു കാര്യമല്ല. ഇത് നടപടി അർഹിക്കുന്നത് തന്നെയാണ്. കയ്യിൽ കിട്ടുന്നവനെ കുനിച്ചു പിടിച്ച് ഇടിച്ചല്ല കേസ് തെളിയിക്കേണ്ടത്. ആധുനിക രീതിയിലും ശാസ്ത്രീയ രീതിയിലും കേസ് തെളിയിക്കുവാൻ
ധാരാളം അവസരങ്ങളുണ്ട്. പഴയ ഇടിയൻ പോലീസിന്റെ നിലവാരത്തിലേക്ക് ആധുനിക പോലീസ് തരം താഴരുത്. അക്രമം നടത്തിയ പോലീസുകാർക്ക് മരണമടഞ്ഞ വ്യക്തിയുമായി എന്തെങ്കിലും മുൻകാല വൈരാഗ്യം ഉണ്ടായിരുന്നോ എന്നും കൂടി അന്വേഷിക്കേണ്ടതാണ്. ഏതായാലും ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും പൊതുജനത്തോട് മാപ്പ് പറയേണ്ട സമയം എന്നേ അതിക്രമിച്ചു. അർദ്ധരാത്രിയിൽ വീട് കയറി പിടിച്ചുകൊണ്ട് പോയവനെ തിരികെ ഒരപകടവും ഇല്ലാതെ വീട്ടിലെത്തിക്കേണ്ട ചുമതല കാവൽക്കാരായ പോലീസുകാർക്കുള്ളതാണ്. അവരുടെ തലപ്പത്തിരിക്കുന്ന ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഈ രീതിയിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കേരളത്തിൽ ഇനിയും പലതും നടക്കും. സർക്കാരും ജനവും പോലീസിന് ആവശ്യമുള്ള പിന്തുണ മുഴുവൻ നൽകണം. അടിയന്തരാവസ്ഥയുടെ നാളുകൾ അനുയായികൾ പുനർജനിപ്പിക്കരുതെന്ന് മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ.